വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും, വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം, സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ ദൈവമേ, ഈ വചന ശുശ്രൂഷയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇതിൻ്റെ ഭാഗമാകുന്ന എല്ലാവരെയും അങ്ങ് പ്രത്യേകമായി അനുഗ്രഹിക്കണമേ. വിവിധ തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ, ക്ലേശങ്ങളിലൂടെ, രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് അങ്ങയുടെ വചനം ആശ്വാസം നൽകട്ടെ. ദൈവമേ, അങ്ങയുടെ വചനം ശ്രവിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളും ഭവനങ്ങളും വിശുദ്ധീകരിക്കപ്പെടട്ടെ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, യോഹന്നാൻ ശ്ലീഹ അറിയിച്ച സുവിശേഷം 3-ാം അധ്യായത്തിലെ ഏതാനും വചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഏറെ പ്രത്യേകമായി തിരുപ്പിറവിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് തവണ ശ്രവിക്കുന്ന ഒരു വചനമാണ് ആദ്യത്തേത്. 3-ാം അധ്യായം 16-ാമത്തെ തിരുവചനം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എന്തുകൊണ്ടാണ് ക്രിസ്തുമസ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈശോ ജനിക്കുന്നത്? ദൈവം നമ്മെ ഓരോരുത്തരെയും അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ട്. ഒരു പക്ഷേ ജീവിതത്തിലെ പല പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്ന നമുക്കോരോരുത്തർക്കും ആശ്വാസം നൽകേണ്ട ഒരു വചനമാണിത്. മറ്റാരും നമ്മെ സ്നേഹിച്ചില്ലെങ്കിലും, മറ്റുള്ളവരെല്ലാം നമ്മെ തള്ളിപ്പറഞ്ഞാലും ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ള അറിവ്, ദൈവസ്നേഹം മാംസം ധരിച്ചതാണല്ലോ പ്രിയമുള്ളവരെ യേശു. നമ്മൾ പറയാറുണ്ട്, വിശുദ്ധരൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ ലോകത്ത് ഞാൻ മാത്രമാണെങ്കിൽ കൂടി എൻ്റെ ദൈവം ജനിച്ച് പീഡകളേറ്റുവാങ്ങി എനിക്ക് വേണ്ടി മരണപ്പെടുമായിരുന്നു. അത്രമാത്രം ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ലഭ്യമാകണം. ഒരുപക്ഷെ ജീവിതത്തിലെ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, ഒരുപക്ഷെ ധ്യാനങ്ങളിലൊക്കെ പോയി പങ്കെടുക്കാറുണ്ട്. എന്നിട്ടും ജീവിതത്തിലേക്ക് പ്രതിസന്ധികൾ കടന്നു വരുന്നു. അങ്ങനെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ തമ്പുരാൻ നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് നിന്നെക്കുറിച്ച് മനോഹരമായ ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിന് നമ്മെക്കുറിച്ചെല്ലാം ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്താണ്? അതാണ് വചനത്തിൽ നമ്മൾ വായിച്ചത്. നമ്മൾ ആരും നശിച്ചു പോകരുത് എന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതി. രോഗമാകാം, കടബാധ്യതയാകാം, കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയാകാം, മറ്റുള്ളവർ മാറ്റി നിർത്തുന്ന അനുഭവങ്ങളാകാം. പ്രിയമുള്ളവരെ, എന്തുമാകട്ടെ, നമ്മൾ നശിച്ചു പോകാൻ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല. അതുകൊണ്ടാണ്, അതിനുവേണ്ടിയാണ് യേശു ഈ ഭൂമിയിൽ ജനിച്ചത്. ജെറമിയായുടെ പുസ്തകം 29-ാമത്തെ അധ്യായം 11-ാമത്തെ തിരുവചനം നമുക്കെല്ലാവർക്കും അറിയാം. ഒരുപാട് തവണ നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. നിന്നെക്കുറിച്ചുള്ള ഒരു പദ്ധതി എനിക്കുണ്ട്. നിന്റെ നാശത്തിനല്ല,
ക്ഷേമത്തിനുള്ള പദ്ധതി, നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നമ്മുടെ നന്മയ്ക്കായി, നമ്മുടെ നല്ല ഭാവിക്കായി ദൈവം രൂപപ്പെടുത്തും. അതാണല്ലോ വീണ്ടും റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായം 28-ാമത്തെ തിരുവചനത്തിൽ പൗലോസ്ലിഹായി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഒരുപക്ഷെ നമുക്ക് മനസ്സിലാകണം എന്നില്ല, കാരണം നമ്മൾ മനുഷ്യരാണ്, ഒരുപാട് പരിമിതികളുള്ള, ഒരുപാട് കുറവുകളുള്ള മനുഷ്യരാണ്. പക്ഷേ ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. എന്തുകൊണ്ടാണ് സ്നേഹമുള്ളവരെ നമ്മൾ ആകുലപ്പെടുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകുന്നത്? കാരണം നമുക്ക് നമ്മുടെ ഭാവിയെക്കുറിച്ച് അറിയില്ല. തൊട്ടടുത്ത നിമിഷം അല്ലെങ്കിൽ നാളെ എന്തു സംഭവിക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് അറിയുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറെ കൂടിയൊക്കെ ശാന്തമായി ജീവിക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. എന്നാൽ നമ്മുടെ ഭാവിയെക്കുറിച്ച് എല്ലാം അറിയാവുന്ന ഒരുവനുണ്ട്, ദൈവം. ഒരിക്കൽ ഒരു വ്യക്തി തമ്പുരാനോട് പരാതി പറഞ്ഞു. ദൈവത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് എനിക്ക് ഇതുപോലെയുള്ള സഹനങ്ങൾ? എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് ഞാൻ മാത്രം ഇത്തരം ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നത്? ദൈവം കൊടുത്ത ഉത്തരം ഇതാണ്: നീ എന്നെ ആശ്രയിക്കുമോ എന്ന് എനിക്കറിയണമായിരുന്നു. എന്നെ ആശ്രയിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ നിന്റെ ജീവിതത്തിൽ സഹനങ്ങളില്ല. പ്രിയമുള്ളവരെ, ദൈവത്തെ ആശ്രയിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളില്ല, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളില്ല. കാരണം ആ ദൈവം നമ്മെ കരുതും. നാം നശിക്കാൻ തമ്പുരാൻ ഒരിക്കലും അനുവദിക്കുകയില്ല എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ നിറയും. പലപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും തമ്പുരാനെ വേണ്ട വിധം ആശ്രയിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ആശ്രയിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ആകുലപ്പെടുന്നത്. അതുകൊണ്ട് തിരുപ്പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം ഈ ഭൂമിയിൽ ജനിച്ചത് നാം ആരും നശിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്. യോഹന്നാൻ ശ്ലീഹ അറിയിച്ച സുവിശേഷം തന്നെ 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. 11-ാമത്തെ അധ്യായത്തിൽ ലാസറിൻ്റെ മരണത്തെക്കുറിച്ചാണ് വചനം പങ്കുവയ്ക്കുക. 11-ാമത്തെ അധ്യായം 1 മുതലുള്ള വചനഭാഗം. നമുക്കറിയാം, യേശു ലാസറുമായി ഏറെ അടുപ്പമുള്ള ഒരു വ്യക്തിയായിരുന്നു. ലാസറിൻ്റെ കുടുംബത്തെ യേശുവിന് വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹം രോഗിയായപ്പോൾ സഹോദരിമാർ ആളയച്ച് പറഞ്ഞു, നീ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആ വാക്കുകൾ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. യേശു ലാസറിനെ സ്നേഹിച്ചിരുന്നു. നീ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്നതാണ് അവിടുന്ന് അറിയുന്ന വാർത്ത. പക്ഷേ തമ്പുരാൻ അവിടേക്ക് പോയില്ല. മറിച്ച് ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ രോഗം അത് മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, മറിച്ച് ദൈവം മഹത്വപ്പെടുന്നതിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു രോഗമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇപ്രകാരമാണ് വായിക്കുക: അവൻ രോഗിയാണെന്ന് അറിഞ്ഞിട്ടും യേശു 2 ദിവസം കൂടി താൻ ആയിരുന്ന സ്ഥലത്ത് തുടർന്നു. അതിനുശേഷമാണ് വരൂ നമുക്ക് ലാസറിൻ്റെ അടുക്കലേക്ക് പോകാമെന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് അവൻ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുക? മർത്തായും മറിയവും യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന് പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു, ഞങ്ങൾക്ക് ലാസറിനെ നഷ്ടപ്പെടുകയില്ലായിരുന്നു. നീ വരുന്നത് ഇതാ 4 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്. അവൻ മരണമടഞ്ഞിട്ട് ഇപ്പോൾ തന്നെ 4 ദിവസങ്ങളായി. ഉറപ്പായിട്ടും നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുകയില്ലായിരുന്നു എന്നാണ് അവരെല്ലാം പറയുക. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം വൈകിപ്പോയി എന്നുള്ള ഒരു സൂചനയാണ്. നീ വന്നത് വൈകിപ്പോയി. സ്നേഹമുള്ളവരെ, ഒരു പക്ഷേ നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്നത് ഇതുപോലെയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ കാത്തിരിക്കുന്നു, പല കാര്യങ്ങളും തമ്പുരാൻ്റെ മുൻപിൽ ഉണർത്തിക്കുന്നു. കൃത്യസമയത്ത്, നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് നടക്കാതെ വരുമ്പോൾ നമുക്കൊരു ചിന്ത വരും, ദൈവം വൈകിപ്പോയി, ഇനി ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുതന്നെയായിരുന്നു അവിടെ ആ ഗ്രാമത്തിലുണ്ടായിരുന്ന എല്ലാവരുടെയും ചിന്ത. ഈശോ അവരോട് എന്താണ് പറയുന്നത്? യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായം 40-ാമത്തെ തിരുവചനം. ഏറെ മനോഹരമായ ഒരു വചനമാണ്. നമ്മളൊക്കെ ആ വചനം ഒന്ന് ഹൃദയത്തിൽ സൂക്ഷിക്കണം.
പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവം നമുക്കെല്ലാം പറഞ്ഞു തരുന്ന ഏറ്റവും മനോഹരമായ ഒരു വചനം ഇതാണ്: വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവമഹത്വം ദർശിക്കും എന്ന് ഞാൻ പറഞ്ഞില്ലേ. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും, നമ്മൾ തളർന്നു പോകുന്ന അവസരങ്ങളുണ്ടാകും. അപ്പോൾ എന്തു വേണം? വിശ്വാസം വേണം. വിശ്വാസമുണ്ടെങ്കിൽ ദൈവം മഹത്വം വെളിപ്പെടുത്തും. ഈശോ ലാസറിന്റെ കുഴിമാടത്തെങ്കിൽ നിന്നും ആ കല്ലെടുത്ത് മാറ്റാൻ പറഞ്ഞു. അപ്പോഴും അവർക്കെല്ലാം മടിയാണ്. അവർ പറഞ്ഞു, 4 ദിവസമായി മരണമടഞ്ഞിട്ട് ശരീരം ഉറപ്പായിട്ടും അഴുകി തുടങ്ങിയിട്ടുണ്ടാകും. ദുർഗന്ധം പുറത്തേക്ക് വന്ന് അത് നമ്മെ എല്ലാം അസ്വസ്ഥപ്പെടുത്തും. അതുകൊണ്ട് ഈ കല്ല് മാറ്റുന്ന ആ പരിപാടി അത് നടക്കില്ല. പക്ഷേ ഈശോയായതുകൊണ്ട് അവസാനം അവരനുസരിക്കാൻ തീരുമാനിച്ചു. അനുസരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? തമ്പുരാൻ 2 വാക്കുകളെ പറയുന്നുള്ളൂ: ലാസറെ പുറത്തു വരിക. ലാസറിൻ്റെ പേര് വിളിച്ച് പുറത്തു വരാൻ ആ മനുഷ്യനോട് പറഞ്ഞു. എല്ലാവരും നോക്കി നിൽക്കെ ഇതാ അഴുകിത്തുടങ്ങിയ ശരീരമുള്ള ലാസർ ജീവനോടുകൂടി ആരോഗ്യത്തോടുകൂടി പുറത്തേക്ക് വരുന്നു. അത് കണ്ടു നിൽക്കുന്ന മനുഷ്യരുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക. ദൈവം വൈകിപ്പോയി എന്ന് പറഞ്ഞവരാണ് അവരിൽ എല്ലാവരും. ഇതാ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് അവർ കാണുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതി എന്തായിരുന്നു എന്ന് ആ മനുഷ്യരെല്ലാം തിരിച്ചറിയുകയാണ്. ഇതാണ് നമ്മെ സ്നേഹിക്കുന്ന തമ്പുരാൻ്റെ പ്രത്യേകത. എപ്പോൾ ഇടപെടണമെന്ന് ദൈവത്തിന് കൃത്യമായിട്ടറിയാം. അവിടുന്ന് ആ സമയത്ത് ഇടപെടും. അഴുകിത്തുടങ്ങുന്ന ജീവിതങ്ങളിൽ പോലും തമ്പുരാന് അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റും. നമ്മൾ കരുതും, ഇത് അഴുകിത്തുടങ്ങിയല്ലോ, ദുർഗന്ധം പുറത്തേക്ക് വരുമല്ലോ, ഈ കല്ല് മാറ്റിയിട്ട് എന്ത് പ്രയോജനം? പക്ഷേ പ്രിയമുള്ളവരെ, യേശുവാണ് പറയുന്നത്, നമ്മൾ നശിക്കാൻ ഒരിക്കലും അനുവദിക്കാത്ത ദൈവമാണ് പറയുന്നത്, കല്ല് മാറ്റുക. കല്ല് മാറ്റിയാൽ, വിശ്വസിച്ചാൽ നമ്മൾ ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ മഹത്വം, അത്ഭുതം കാണും. അതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ഈശോയുടെ ജനനത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, തിരുപ്പിറവയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം: ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നമ്മെ സ്നേഹിക്കുന്ന ദൈവം നാം അഴുകിപ്പോകാൻ, നാം നശിച്ചു പോകാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. ഈ ലാസർ ഇതുപോലെ ഉയിർപ്പിക്കപ്പെടുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹോദരിമാരോ അവിടെയുള്ളവരോ ഒരിക്കലും ദൈവം വൈകിപ്പോയി എന്ന് പറയില്ലായിരുന്നു, അവരാകുലപ്പെടില്ലായിരുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെയും പ്രത്യേകത ഇതാണ്. ഇങ്ങനെ ഉയിർപ്പുണ്ടാകും എന്നറിയാത്തത് കൊണ്ടാണ് നമ്മളൊക്കെ ആകുലപ്പെടുന്നത്. പക്ഷേ ദൈവം വരും, ദൈവം ഉയിർപ്പിക്കും, ദൈവം രക്ഷിക്കും. അതാണല്ലോ ഏശയ്യായുടെ പുസ്തകത്തിൻ്റെ 59-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുക: നിങ്ങളെ രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ദൈവം രക്ഷിക്കും, ദൈവം കേൾക്കും. പിന്നെ രണ്ടാമതൊരു കാര്യം നമ്മൾ അറിയേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞു, ഈ ലോകത്ത് ഞാൻ തനിച്ചായിരുന്നെങ്കിൽ കൂടി എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ജനിച്ച് ഈ സഹനങ്ങളെല്ലാം ഏറ്റുവാങ്ങി മരണമടയുമായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്നേഹം അത് ഒരു സമൂഹത്തോടുള്ള സ്നേഹം എന്നതിനേക്കാൾ ഉപരി വ്യക്തിപരമാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട്, ദൈവം നമ്മെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യം ഇതാണ്: ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുക ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ജീസസ് ലവ്സ് മീ, അത് പറയാൻ ഒരുപാട് പ്രയാസമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പറയാറുള്ള ഒരു കാര്യമുണ്ടല്ലോ, കൂട്ടത്തിൽ പാടുക എളുപ്പമാണ്, മറ്റുള്ളവരുടെ ഒപ്പം നിന്ന് പാടാൻ വളരെ എളുപ്പമാണ്, പക്ഷേ തനിച്ചാണെങ്കിൽ പ്രയാസമാണ്. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നതാണ്. യെശയ്യായുടെ പുസ്തകത്തിൻ്റെ 43-ാം അധ്യായം 1-ാമത്തെ തിരുവചനം: ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്തുള്ള 700 കോടിയിൽ പരം വരുന്ന ആളുകളിൽ നിന്നും ദൈവം നിന്നെ പേരെടുത്ത് വിളിക്കുന്നത് ഒന്ന് ചിന്തിക്കുക. എത്രയോ മനോഹരമായ ഒരു ചിന്തയാണ്. വീണ്ടും യെശയ്യായുടെ പുസ്തകത്തിൻ്റെ തന്നെ 49-ാം അധ്യായം 16-ാമത്തെ തിരുവചനം: നിന്റെ പേര് ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. തകർന്നിരിക്കുമ്പോൾ, ദുഃഖിച്ചിരിക്കുമ്പോൾ ദൈവം നമ്മോട് പറയുകയാണ്, നിന്റെ പേര് ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ
ഒരുപാട് ആളുകളുടെ ഒപ്പം യാത്ര ചെയ്യുന്ന തമ്പുരാനെയാണ് പലയിടങ്ങളിലും നമ്മൾ കാണുക. പക്ഷേ അങ്ങനെ ഒരുപാട് ആളുകളുടെ ഒപ്പം യാത്ര ചെയ്യുമ്പോഴും എത്രയോ വ്യക്തികൾ ഈശോയുടെ മുൻപിൽ വന്ന് പ്രാർത്ഥിച്ചു, കണ്ണുനീർ പൊഴിച്ചു. അവരാരും ആശ്വസിപ്പിക്കപ്പെടാതെ മടങ്ങിപ്പോയിട്ടില്ല. കുരുടരും മുടന്തരും അല്ലെങ്കിൽ മറ്റ് രോഗങ്ങളുള്ളവരും നിരാശയിൽപ്പെട്ടവരും ഒക്കെ ഈശോയുടെ അടുക്കൽ വന്നു. എല്ലാവരും ആശ്വാസം നേടി അനുഗ്രഹം നേടിയാണ് മടങ്ങിപ്പോയത്. നമ്മൾ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ തന്നെ 4-ാമത്തെ അധ്യായം എടുത്ത് വായിക്കുമ്പോൾ അവിടെ സമരിയാക്കാരി സ്ത്രീയെ കാണുന്നുണ്ടല്ലോ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വചനഭാഗം തന്നെയാണ്. യേശു ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ സമരിയായിൽ ആ പ്രദേശത്തോടു കൂടെ കടന്നു പോവുകയാണ്. ഇതാ അവൾക്ക് വേണ്ടി തമ്പുരാൻ കിണറിൻ്റെ കരയിൽ കാത്തിരുന്നു. നമ്മൾ ചിന്തിക്കണം, ആയിരക്കണക്കിന് ആളുകളോട് പിതാവായ ദൈവത്തെക്കുറിച്ച് പറയുന്ന ഒരു വ്യക്തിയാണ് യേശു. ആയിരക്കണക്കിന് ആളുകളെ എല്ലാ ദിവസവും കാണുന്ന വ്യക്തിയാണ് യേശു. പക്ഷേ ഇവിടെ അവരെല്ലാം വിട്ടിട്ട് ഒരു വ്യക്തിക്ക് വേണ്ടി തമ്പുരാൻ കാത്തു നിൽക്കുകയാണ്. അവളുടെ ജീവിതം മുഴുവൻ മാറി നമുക്കറിയാം. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായം, അവിടെ നമ്മൾ കാണാതായ ആടിൻ്റെ ഉപമ കാണുന്നുണ്ട്. ഈശോ തന്നെ പറഞ്ഞു വയ്ക്കുന്ന മനോഹരമായ ഒരു ഉപമയാണ്. 99 വിട്ടിട്ട് ഒന്നിനെ തേടിപ്പോകുന്ന സ്നേഹം. പ്രിയമുള്ളവരെ, ഈ ഒരു കാലഘട്ടത്തിൽ ഈശോയുടെ തിരുപ്പിറവിക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ 99 വിട്ടിട്ട് നമ്മെ തേടി വരുന്ന ദൈവത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടാകണം. കുറേ നാളുകൾക്ക് മുൻപ് ഒരു പെൺകുട്ടി ഇവിടെ ധ്യാനിക്കാൻ വന്നു. അവൾ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാനൊരു അനാഥയാണ്. എൻ്റെ അപ്പനും അമ്മയും ആരെന്ന് എനിക്കറിയില്ല, ഞാൻ അവരെ കണ്ടിട്ട് പോലുമില്ല. അവൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എത്ര വലിയ വെറുപ്പാണ് മാതാപിതാക്കളോട് അവളുടെ ഉള്ളിലുള്ളത്. തന്നെ വേണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയ മാതാപിതാക്കളെ അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ അവളോട് വിശുദ്ധ ഗ്രന്ഥം തുറന്ന് ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള വചനങ്ങളെല്ലാം പറഞ്ഞു. ഒരുപാട് വചനങ്ങൾ അവളുമായി പങ്കുവച്ചു. അവസാനം അവൾ എൻ്റെ മുൻപിലിരുന്ന് കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, നിൻ്റെ മാതാപിതാക്കൾ നിന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടാകാം, മറ്റുള്ളവരെല്ലാം നിന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാകാം, പക്ഷേ നിന്നെ ദൈവം സ്നേഹിക്കുന്നു. യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 14-ാമത്തെ അധ്യായം 18-ാമത്തെ തിരുവചനം ഏറെ മനോഹരമായ, നിങ്ങളെല്ലാം ഓർത്തിരിക്കേണ്ട ഒരു വചനമാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. പ്രത്യേകിച്ച് ആരുമില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് തമ്പുരാൻ പറയുകയാണ്, ഞാൻ നിന്നെ അനാഥയായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. പ്രിയമുള്ളവരെ, ആർക്ക് വേണ്ടെങ്കിലും ദൈവത്തിന് നമ്മെ വേണം. അതുകൊണ്ട് ദൈവം നമ്മെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു എന്നുള്ളൊരു ചിന്ത ഉള്ളിൽ നിറയട്ടെ. മറ്റ് 99 ആടുകളെയും വിട്ടിട്ട് ദൈവം നമ്മെ തേടി വരും, ദൈവം നമ്മെ സ്നേഹിക്കും എന്നുള്ള ചിന്ത നമുക്ക് വേണം. ഒപ്പം ഏശയ്യായുടെ പ്രവചനം 49-ാമത്തെ അധ്യായം 15-ാമത്തെ തിരുവചനം, അത് ഏറെ മനോഹരമായൊരു വചനമാണല്ലോ. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ കഴിയുമോ? പെറ്റമ്മ പുത്രനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. നമ്മുടെ അമ്മമാരെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക പ്രിയമുള്ളവരെ. എത്ര മാത്രമാണ് അവർ നമ്മെ സ്നേഹിക്കുന്നത്. നമ്മൾ ദൂരെ എവിടെയെങ്കിലും പോയാൽ നമ്മൾ തിരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കുന്ന അമ്മയുടെ ചിത്രം, നമ്മെ പല വിധത്തിലും സ്നേഹിക്കുന്ന അമ്മയുടെ ചിത്രം. ഇതാ ദൈവം പറയുകയാണ്, ആ അമ്മയേക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വീണ്ടും ഏശയ്യായുടെ പുസ്തകത്തിൻ്റെ 66-ാം അധ്യായം 13-ാമത്തെ തിരുവചനം, അവിടെ തമ്പുരാൻ പറയുന്നത് ഇതാണ്, അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. പലപ്പോഴും മനുഷ്യരുടെ അടുക്കലേക്ക് പോയിട്ട് സ്നേഹം ലഭിക്കാതെ നിരാശയിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാം ഈ വചനങ്ങൾ ധ്യാനിക്കണം. പ്രത്യേകിച്ച് ഈശോ ജനിക്കുന്ന, ഈശോയുടെ പിറവി ആഘോഷിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെയുള്ള വചനങ്ങൾ നമ്മെ ശക്തിപ്പെടുത്തണം. നമ്മൾ പെലിക്കൻ പക്ഷിയെക്കുറിച്ചുള്ള ആ ഒരു കഥ കേട്ടിട്ടുണ്ടാകും. പെലിക്കൻ പക്ഷിയെക്കുറിച്ച് പറയുന്നത് ഇതാണ്, അത് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കും. കുഞ്ഞുങ്ങൾക്ക് പിന്നീട് ദാഹിക്കുകയും വിശക്കുകയും ചെയ്യുമ്പോൾ ഈ തള്ളപ്പക്ഷി എന്താണ് ചെയ്യുക? തൻ്റെ നീണ്ട ആ കൊക്കുകൊണ്ട് സ്വന്തം ശരീരം തന്നെ മുറിപ്പെടുത്തും. സ്വന്തം ശരീരം മുറിപ്പെടുത്തി അവിടെ നിന്ന് ഒഴുകുന്ന രക്തം കൊണ്ടാണ് ആ കുഞ്ഞുങ്ങളുടെ ദാഹമകറ്റുക.
പ്രിയമുള്ളവരെ, ഇതുപോലെ തന്നെയല്ലേ ദൈവം? നമുക്ക് ദാഹിക്കുമ്പോൾ, നമുക്ക് വിശക്കുമ്പോൾ തൃപ്തരാക്കാൻ വേണ്ടി സ്വയം മുറിപ്പെടുന്ന ഒരു ദൈവം. അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ടും ആ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ആ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ നിറയണം. അങ്ങനെ നിറഞ്ഞാൽ പിന്നെ നമുക്ക് ആകുലതകളില്ല. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 7-ാമത്തെ തിരുവചനം നമുക്കറിയാമല്ലോ. നിന്റെ ആകുലതകൾ കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ആ ഒരു വിചാരം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് പലപ്പോഴും നമ്മളൊക്കെ ആകുലപ്പെടുന്നത്. ചെറുപ്പം മുതലേ നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ, കൊച്ചു ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് ദൈവം ആരാണ് എന്ന് ചോദിച്ചാൽ അവരൊക്കെ ആദ്യം പറയുന്ന മറുപടി എന്താണ്? ദൈവം സ്നേഹമാണ്. നാമും ആദ്യം പറയുന്ന മറുപടി ഒരുപക്ഷെ അതായിരിക്കും, ദൈവം സ്നേഹമാണ്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൽ കാണുന്ന വചനമാണിത്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 7-ഉം 8-ഉം തിരുവചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്, അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വായിച്ചാൽ, ഈ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, പ്രിയമുള്ളവർ, ഇത്രയേ പറയാനുള്ളൂ: ദൈവം സ്നേഹമാണ്. അതുകൊണ്ട് നമ്മൾ ഈശോയുടെ പിറവിക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഓരോ നിമിഷവും നമ്മളോട് തന്നെ പറയണം, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. രോഗങ്ങളുണ്ടാകാം, കടബാധ്യതകളുണ്ടാകാം, കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയുണ്ടാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുന്ന നിമിഷങ്ങളുണ്ടാകാം. എന്തുമാകട്ടെ, എൻ്റെ ഒപ്പം ദൈവമുണ്ട്. ആ ഒരു ചിന്ത നമുക്ക് ബലം നൽകും. എന്തു സംഭവിച്ചാലും നമ്മൾ നശിച്ചു പോകാൻ തമ്പുരാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. ഈശോ ജനിച്ചത് അതിനുവേണ്ടിയാണ്, നമ്മൾ നശിക്കാതിരിക്കാൻ. അതുകൊണ്ട് ദൈവം നമ്മെ ഏറെ സ്നേഹിക്കുന്നു. ദൈവത്തിന് നമ്മെക്കുറിച്ച് മനോഹരമായ ഒരു പദ്ധതിയുണ്ട്. ദൈവം നമ്മെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു, അമ്മയേക്കാൾ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വചന ശുശ്രൂഷയുടെ ഭാഗമായ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. ഒപ്പം തിരുപ്പിറവിയിൽ ഈശോ നിങ്ങളുടെ ഒപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.